നമ്മുടെ ഇവിടുത്തെ കഞ്ചാവ്, MDMA ഈ വക സാധനങ്ങളുടെ ഉപയോഗം കൊണ്ട് സമൂഹം നശിച്ചു, യുവതലമുറ വഴിതെറ്റി. അപ്പോൾ അവർ തൂഫാൻ, ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആ സമയത്ത് ഇവിടെ ഓടിച്ചിട്ട് പിടിക്കുക. 200 കേസൊക്കെ ഒരു ദിവസം രജിസ്റ്റർ ചെയ്തു കൊച്ചിയിലൊക്കെ. 30,000 കേസാണ് ഒരു മാസം NDPS ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. 2021 കഴിഞ്ഞപ്പോഴത്തേക്കിന് 300% ഈ കേസുകളുടെ എണ്ണം കൂടിയെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും ഒരു വർഷം അപ്പോൾ എത്ര കേസാണ്? 30 കേസ് വെച്ച് 30,000 കേസ് വെച്ച് ഒരു മാസം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കേസിൽ പ്രതിയാകുന്നതല്ലാതെ ഇതിന് കച്ചവടം കുറയുന്നില്ല, ഉപഭോക്താക്കൾ കൂടുന്നു, കേസുകളുടെ എണ്ണം കൂടുന്നു. അതിനകത്ത് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഈ അടിച്ചവന്മാരെല്ലാം കാർ ഓടിച്ച് ബൈക്ക് ഓടിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ഇത്രയും പേര് അടിക്കുന്നുണ്ട്, ഇത്രയും കിലോ സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരിത് അടിച്ചിട്ട് വണ്ടിയും വെള്ളമൊക്കെ ആയിട്ട് തൊഴിൽ പോകുന്നില്ലേ? ഒരുപാട് ആക്സിഡൻസിന് കാരണമായി കാണത്തില്ലേ? മദ്യപാനം പോലെ തന്നെയല്ലേ? എന്നാൽ ഇതിനൊരു വ്യത്യാസമുണ്ട്. കഞ്ചാവ് MDMA അടിച്ചിട്ട് കൂടുതലും വണ്ടി എടുത്ത് ഓടിക്കാൻ നിൽക്കത്തില്ല. ഇനി MDMA അടിച്ചവരാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ കുറച്ചൊരു പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ എന്തോരം ഇടി നടന്നതിന് MDMA എന്തോരം കിലോ കണക്കിന് ഇവിടെ പിടിക്കുന്നത്. ഇതൊക്കെ അടിക്കുന്ന ഒത്തിരി പേരില്ലേ, അവരെല്ലാം ഇതൊരു ഭയങ്കര സേഫായിട്ട് വണ്ടി ഓടിച്ച് പോയെന്നാണ് ഇവർ പറയുന്നത്. കാരണം അവരെ പിടിച്ചിട്ടില്ല. മദ്യമാണ് പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഊതിച്ചിട്ട് പിടിച്ചിട്ട് 10,000 രൂപ പെറ്റി അടിക്കുന്നത്. ഈ പാവപ്പെട്ട മദ്യപാനി ഉള്ള ടാക്സ് എല്ലാം കൊടുത്ത് ഇത് മേടിച്ച് ഈ ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പോലെ അവർ ഈ സാധനം കുടിച്ച് കഴിയുമ്പോൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഊതിച്ച് പിടിച്ച് വീണ്ടും പെറ്റിയടിക്കുന്നു. അതേസമയം ഇല്ലീഗലായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓടുന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിച്ച് അല്ലെങ്കിൽ അതെല്ലാം അടിച്ചിട്ട് കൂടായിട്ട് പിള്ളേരോ എത്ര പ്രായക്കാരാണല്ലോ അടിച്ചിട്ട് ഇവർ പോകുന്നു. എനിക്ക് മനസ്സിലാവുന്ന കാര്യം, MDMA കഞ്ചാവ് അടിച്ചാൽ വലിയ കുഴപ്പമില്ലെന്നാണ് ഡ്രൈവിങ്ങിൽ. അല്ലെങ്കിൽ ഈ നേരം കൊണ്ട് കേരളം എന്തോ ആയനെ. ഇതൊക്കെ ഓടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു എങ്കിൽ ഒന്ന് ചിന്തിച്ചു പോകും. ഇത്രയും കേസിൻ്റെ എണ്ണം നോക്കിയാൽ തന്നെ ഞെട്ടിപ്പോകുന്നു. 3000 കേസ് ഒരു മാസം, ഒരു ദിവസം 10 പേരെയൊക്കെ പിടിക്കുന്നു. അപ്പോൾ അടിക്കുന്നവരുടെ എണ്ണം എന്തായിരിക്കും? ഈ അക്രമാസക്തരായ ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്, അത് മെന്റൽ ഡിസോർഡർ ഉള്ളവർ തന്നെ. പക്ഷെ അല്ലാത്തവർ എന്ത് കൂളായിട്ട് ഇവിടെ നടന്ന് എല്ലാം ചെയ്യുന്നില്ലേ? പിടിക്കുന്നില്ലല്ലോ ആരെയും. എല്ലാം ഇത്രയും പ്രശ്നങ്ങളോടെ ഉണ്ടായി. 30,000 കേസ് ഉണ്ടെങ്കിലും നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം. ഈ തന്തയുടെ തലയടിച്ച് പൊട്ടിച്ചതും മറ്റേ അക്രമാസക്തരായവരുടെയും കേസ് നോക്ക്. ചിലപ്പോൾ ഒരു വർഷത്തിൽ 4 കാണത്തുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 30,000 വെച്ചിട്ട് ഒരു വർഷം നാളെ ഉള്ളൂ. മറ്റേത് 3,600ഓളം കേസിനകത്ത് വെറും 4 or 5 തലയടിച്ച് പൊട്ടിക്കുന്ന കേസ് ഉണ്ടെങ്കിൽ അത് MDMA കഞ്ചാവിന്റെ പ്രശ്നം ആയിരിക്കത്തില്ല എന്ന് നമുക്ക് തോന്നത്തില്ലേ? എൻ്റെ സംശയം അതൊക്കെയാണ്. മനസ്സിലായി? ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടോന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ, അവരിടുന്ന കണക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഇതൊക്കെയാണ്. കാരണം ഇത്രയും കേസ് രജിസ്റ്റർ ചെയ്തു, കേസ് കൂട്ടാൻ എന്തോ ആരോ പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഉത്തരവുള്ള പോലെയാണ്. കുറേ ആൾക്കാരെ കേസ് പ്രതിയാക്കണം, വരുമാനം ഉണ്ടാക്കണം. ഉടൻ തന്നെ കേസ് ഉണ്ടാക്കുന്നുണ്ട്. കേസ് കൂടുകയെന്നാണ് ചെയ്യുന്നത്. അതെങ്ങനെ കൂടുന്നത്? ഇവിടെ ഇത്രയും അങ്ങനെയാണ്. വേറെ കാര്യം മനസ്സിലാക്കണം, ഇത് വിൽക്കാനുള്ളവരെ പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ ഏറ്റവും ഔട്ടർ സർക്കിളിലുള്ള ഈ പെഡ്ലേഴ്സ് ആയിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരെ ഇനിയും അവർക്ക് ഒരുപാട് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. ഈ മാഫിയ വിചാരിച്ചു കഴിഞ്ഞാൽ കാശ് കോടികളുടെ ബിസിനസ്സാണ്, കോടികളുടെ സാധനങ്ങളാണ് പിടിക്കുന്നത്. ഇത് ബോർഡർ കടന്ന് വരുന്നത് ലാൻഡ് വഴി വരുന്നുണ്ട്, വെള്ളം വഴി വരുന്നുണ്ട്, എയർ വഴി വരുന്നുണ്ട്. എന്തൊക്കെ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണോ അതിനകത്തൂടെല്ലാം ഈ സാധനം വരുന്നുണ്ട്. ഇനി കാണാൻ ഡ്രോണെ കച്ചവടം നടത്തി എന്ന് പറയുന്ന സാധനം വരെ നടക്കും. അതിൻ്റെ വീട്ടിൽ ഡ്രോൺ കൊണ്ട് പറപ്പിച്ച് പിള്ളേരെത്തിക്കും. മനസ്സിലായോ? അങ്ങനത്തെ സാധനം ഇത്. അപ്പോൾ ഇങ്ങനെയല്ല ഇത് അകത്ത് കയറുന്നുണ്ട്. ഈ ബോർഡർ സെക്യൂരിറ്റിക്ക് കോടികൾ മുടക്കിയിട്ടുണ്ട്. ഇമാതിരി എക്സൈസ് സ്ക്വാഡ് മറ്റവർ ഡെയിലി ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കേസ് ഉണ്ടാക്കാൻ. എന്നിട്ട് കേസ് കൂട്ടുന്നു, അവർക്ക് ശമ്പളം കൂടുന്നു, അല്ലെങ്കിൽ അവർക്ക് കേസുകളുടെ എണ്ണം കൂട്ടി കൊടുത്തതിന് അപ്രിസിയേഷൻ കിട്ടുന്നു. ഇവർ ഭയങ്കര സംഭവം ചെയ്യുന്നു, വാർത്തകൾ അടിച്ചുണ്ടാക്കുന്നു. ഇതെല്ലാം ഇവർ കൂട്ടി ഒന്നിച്ച് ചെയ്യുന്ന പരിപാടി പോലെ ഉണ്ട്. മാധ്യമങ്ങൾ കൂട്ടു നിൽക്കുന്നു. ഇങ്ങനെയല്ല ഇതിനെ ടാക്കിൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ഡെവലപ്ഡ് കൺട്രീസ് ചെയ്ത പോലെ അത് ലീഗലാക്കണം. ഇത് ഇല്ലീഗലായിട്ട് വരുന്നതുകൊണ്ട് പിന്നെയും പ്രശ്നമുണ്ട്. വിഷമദ്യം എന്ന് പറഞ്ഞ പോലെ വിഷക്കഞ്ചാവുണ്ട്, വിഷ MDMA ഉണ്ട്. ഇനി ഇതടിച്ചിട്ട് ഉള്ള സൈഡ് എഫക്ട്സ് പെട്ടെന്ന് ഉണ്ടാവുന്നില്ല. ആരും പെട്ടെന്ന് മരിച്ചു പോകത്തില്ല അടിച്ചു കഴിഞ്ഞാൽ. മദ്യം പോലെ അല്ല. മദ്യം ഇപ്പോൾ ഏകദേശം ഒരു ഫുഡ് പോയിസന് തുല്യമായ സംഭവമാണ്. അതേസമയം ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് അവർ ഇൻഹെയിൽ ചെയ്താൽ പോലും അതിൻ്റെ ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഉണ്ട് ആളുകൾക്ക്. അതിനിപ്പുറം ഈ സാധനം കുഴഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ MDMA കലക്കി കുടിച്ചൊന്നും അല്ല ഇവർ കിക്കാക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിലുള്ള ഡോസ് അടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതും മായം കലർന്നതാണ്. ഭയങ്കര അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായിട്ട് കെമിക്കൽസ് ഇതിനകത്ത് ആഡ് ആവുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഇത്രയും നിരുത്തരവാദിത്തപരമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ മാഫിയ ഇത്രയും കച്ചറ സാധനങ്ങൾ കൊടുത്ത് ഇവിടുത്തെ ആൾക്കാരുടെ ഹെൽത്തിനെ ബാധിക്കുന്നില്ല. ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ലേ? ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന സാധനമാണല്ലോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ച് ബോർഡും വെച്ച് സാധനം എടുത്തും പോലി ആരോഗ്യത്തിന് ഹാനികരം. ഓഹോ, സിനിമയ്ക്കകത്തെല്ലാം കാണാം. ഈ MDMA കഞ്ചാവൊക്കെ ഇതൊക്കെ തന്നെ ഇത്രയും തന്നെ കച്ചവടം നടക്കുന്നുണ്ട്. ഇല്ലീഗലായിട്ടാണെന്നേ ഉള്ളൂ. പക്ഷെ ഒരു ഗുണമുള്ളത്, ലീഗലാക്കി കഴിഞ്ഞാൽ ഇവർ പിടിക്കും റോഡിലൊക്കെ നിന്ന്. അതും കൂടെ കൊടുക്കേണ്ടി വരും. ഇത് കഞ്ചാവ് മേടിച്ചുകൊണ്ട് പോകുന്നതിനെ പിടിച്ച് നിർത്തിയിട്ട് പറയും, നീ ഇനി എല്ലാ ദിവസം വണ്ടി ഓടിക്കുമ്പോൾ ഇത് അടിച്ച്. എങ്ങനെ പിടിക്കാനാണ്? തായ്ലൻഡിൽ ഇതൊക്കെ ലീഗലാണ്. ഞാൻ അവിടെ പോയ സമയത്ത് നോക്കുമ്പോൾ എല്ലാ ടിൻഡർ ഗ്ലാസ് ഒട്ടിച്ച വണ്ടികളിനകത്ത് വലിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ വണ്ടി ഓടിച്ച് നടക്കുക. ഇന്ത്യയിലും മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ ആയിട്ട് ഇപ്പോൾ പലയിടത്തും പോയി വലിച്ചാൽ വലിയ വിഷയമൊന്നുമല്ല. ഇപ്പോൾ ബോംബെയിലൊക്കെ ആരാ വലിക്കാത്തതെന്ന് വെച്ചാൽ അങ്ങനെ വലിക്കുന്നവരൊന്നും പിടിക്കത്തൊന്നുമില്ല. വലിയ കച്ചവടക്കാരെ പിടിക്കാനാണ് നിൽക്കുന്നത്. അതും കഞ്ചാവൊക്കെ ഇവർ തഴഞ്ഞ കേസാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേ സ്വാമിമാർ
മറ്റേ തുണിയില്ലാതെ നടക്കുന്ന സാധനമാരില്ലേ, അവന്മാരോടെ ചെന്ന് ഫുൾ ടൈം ചില്ലത്തിനകത്തും വലിച്ച് ഓം കടിച്ച് ഇങ്ങനെ ഇരിക്കും ഇവന്മാർ, ഫുൾ ടൈം കഞ്ചാവ്. അവർക്കില്ലാത്ത എന്ത് കുഴപ്പം, അവരൊക്കെ ചെന്ന് തൊഴുതും കാണിക്കും. ഇതേ ആളുകൾ തന്നെ പോയി തൊഴുത് കാണിക്കും ഇവര്. അവന് തുണിയില്ല, മണിയില്ല, ഒരുമാതിരി കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, ദേഹത്തൊക്കെ ചായവും തേച്ച് ശവവും തിന്ന് കഞ്ചാവ് അടിച്ച് നടക്കുന്നവനെ കാണുമ്പോൾ തൊഴുക. വലിയ കുംഭമേള എന്ന് പറഞ്ഞാൽ 1,00,000 ആൾക്കാർ കിടന്ന് തുണിയില്ലാതെ ഓടുന്നതിന് ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇമ്മാതിരി ഊളത്തരല്ലേ കാണിക്കുന്നേ. ഇവിടെ കിടന്നുകൊണ്ട് പറയുന്ന കേട്ടവർക്ക് ഇതെന്തോ ഭയങ്കര മാരകമായ ഡ്രഗാണ് ഈ കഞ്ചാവ്. കഞ്ചാവ് സോഫ്റ്റ് ഡ്രഗ്സിൽ പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പല രാജ്യങ്ങളും ഡെവലപ്ഡ് കൺട്രീസിൽ ലീഗലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകൾക്ക്. അങ്ങനെ ആയാൽ ഇതിനകത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും. ഇവിടുത്തെ ആളുകളുടെ ആരോഗ്യത്തെ കുറച്ചുകൂടെ സുരക്ഷിതമാക്കാൻ പറ്റും. എന്താണ് ഇവർ അടിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാവർക്കും അറിയാലോ. ഇത്രയും വർഷമായിട്ട് ഇവർ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നിട്ട് ഇത് തീരുന്നില്ലല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഇതിനൊരു ഒന്നും ആവുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ പാഴ്ശ്രമം നിർത്തിയിട്ട് മറ്റൊരു രീതിയിലേക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഫോളോ ചെയ്ത് എന്തെങ്കിലും ടാക്ടിക്സോ രീതിയോ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് പുതിയൊരു അവരെന്തിനായിരിക്കും അത് ലീഗലാക്കിയത്, അത് ചിന്തിക്കണം, അതിനെപ്പറ്റി പഠിക്കണം. അവിടെ ഒരാൾ പോകണം. എന്തിനാ അവിടെ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് ലീഗലായിട്ട് ഗവൺമെന്റ് തന്നെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പന്ന സാധനം ആരും മേടിക്കാതെ നല്ല മേടിച്ചടിക്കും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ കഞ്ചാവിന്റെ സൈഡ് എഫക്റ്റേ കാണത്തുള്ളൂ, അല്ലാതെ മറ്റേ കെമിക്കലിന്റെ സൈഡ് എഫക്റ്റ് ഇവർക്ക് കാണത്തില്ല. അത് വേണ്ടേ നമ്മൾ ശ്രദ്ധിക്കാൻ. അല്ലാതെ ഈ വിഷം എല്ലാം കൂടെ വലിപ്പിക്കുന്ന എന്തിനാ പിള്ളേരെ കൊണ്ട്. ഈ MDMA ആണ് പോലും അത് മേടിച്ച് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യാൻ ലാബ് കൊടുക്കും, എന്നിട്ട് അവനെ കേസിപ്പെടുത്തുകയല്ല വേണ്ടത്. ഇവർക്ക് ഇത്രയും ഫെസിലിറ്റി ഉണ്ട്, ഇവർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിടിക്കാൻ. പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട പിള്ളേരെ പിടിച്ച് കഴിഞ്ഞിട്ട് അവന്റെ ഗൂഗിൾ പേയും അവന്റെ വാട്സപ്പും എല്ലാം ചെക്ക് ചെയ്തിട്ട് അവന്റെ വഴി പോകണമെന്ന് ഇവർക്ക് ഇത്ര നിർബന്ധം? ഇവരെന്തിനാ പിന്നെ ഇവർ പുറത്തു കൊണ്ട് നടക്കുന്ന ഇങ്ങനെ ഈ പിള്ളേരെ പിടിച്ചിട്ട് വേണം ഇവർക്ക് ഇത് കണ്ടെത്താൻ? അത് പാടില്ല, അത് ശരിയായ ഒരു രീതിയല്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ആ പയ്യനെ വെറുതെ കേസിൽ കുടുക്കി, എന്നിട്ട് പത്രത്തെ വരുന്നു, വീഡിയോ എടുക്കുന്നു, സോഷ്യൽ മീഡിയ വഴി വൈറലാവുന്നു, അവന്റെ ജീവിതം തുലയ്ക്കുന്നു. ഈ ജീവിതം തുലയ്ക്കാനാണോ നിങ്ങൾ ഇതിനെ കുറേ കിടക്കുന്നത്? അത് ഈ പാവപ്പെട്ടവരുടെ ജീവൻ തുളച്ചിട്ട് എന്ത് കിട്ടാനാ? എന്നാൽ വലിയൊരുത്തരെ പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ പടം പോലും വരത്തില്ല. നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന ഓത്തെടുത്ത് ഇവർ ജോലിക്ക് കയറിയേക്കുന്നത്. പക്ഷെ ഇവര് ആ നാട്ടുകാരെ തന്നെ പിഴിഞ്ഞ് അവന്മാരെ തന്നെ ഊമ്പിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുത്ത പോലെ വരുന്നത്, ദ്രോഹിക്കുകയും ചെയ്യും. ഇവരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ സാധനം ഈ ഏറ്റവും ഈ പാവപ്പെട്ടവൻ 10,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് മേടിച്ചിട്ട് വിൽക്കാൻ ഗതികേട് പോലും ഇവനുണ്ടാക്കി എടുത്തേക്കുന്നത്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കാരണം ഇവിടെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഒന്നും ചെയ്യാൻ ഇല്ലാത്തവന്മാർ കയറി അടിക്കും, അവർ നശിക്കും, എന്നിട്ട് അവർ കച്ചവടത്തിന് വരെ തയ്യാറാവും. അപ്പോൾ ഒന്ന് ഭയങ്കര കോടീശ്വരന്മാർ വലിയ തോട്ടമൊക്കെ ഇട്ടു അതൊക്കെ ഇവിടെ എത്തിച്ചു കൊടുത്തിട്ട് ഈ പാവങ്ങളെ പിടിച്ചോളാൻ ഇട്ടും കൊടുക്കും. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ട് ഈ പാവപ്പെട്ടവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടിട്ട് നശിപ്പിക്കും. എന്നിട്ട് പറയുന്നത് ഇത് ഭയങ്കര പരിപാടിയാണെന്ന് പറയുന്നത്. ഇതല്ല എന്ത് ശരിയാ, അത് തെറ്റാണെന്നുള്ള കാര്യം ഏതൊരു ബോധമുള്ള മനുഷ്യന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറ്റിക്കുക ഇവിടുത്തെ ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഇന്ന് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നതുകൊണ്ടല്ലേ ഇത് അകത്ത് കയറുന്നേ. കേരളത്തിൽ തോട്ടം ഉണ്ടെന്നോ ലാബ് ഉണ്ടെന്നോ ഇവർ സമ്മതിക്കുമെന്ന് നോക്ക്. ഒരു പോലീസ് എക്സൈസിനെ കൊണ്ടൊന്ന് പറയിച്ച് ഇവിടെ തോട്ടം ഉണ്ടെന്ന് ഇല്ലല്ലോ. അല്ലേ വേണ്ട, ഇവിടെ ലാബുണ്ട്, MDMA ഉണ്ടാക്കുന്ന ലാബുകളുണ്ട്. എന്താ അത് പിടിക്കാത്ത? അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ലേ പിടിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ 30,000 കേസ് വരത്തില്ലെന്നേ, ഒരു 50 കേസ് കൊണ്ട് പരിപാടി തീരും. അതിൽ കൂടുതൽ കോടീശ്വരന്മാരുണ്ട് ഇവിടെ ഈ ബിസിനസ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര തോട്ടമുണ്ട്. അങ്ങോട്ട് എല്ലാം പറ്റത്തില്ല, ആന്ധ്രയിലും ഇവിടെയൊക്കെ തോട്ടം. അതുകൊണ്ട് തന്നെ അവന്മാർ വെട്ടിക്കീട്ടി അവിടെ കളയും. ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അത്ര നൊട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാർ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇഷ്ടം പോലെ പൈസയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാണും മാർക്കറ്റ്. എന്താ സംശയം? ഇല്ലീഗലായിട്ട് പരിപാടി നടത്തുന്നവരെ എന്താ ആർക്കും അറിയത്തില്ല ഇവിടെ. ഈ പാവപ്പെട്ടവരെ ഇട്ട് കൊടുത്ത് പിടിപ്പിച്ച് കുറേ കേസ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഈ എല്ലാ സിസ്റ്റം ഇവരുടെ കയ്യിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കാശുള്ളതിൻ്റെയിലാണ് സിസ്റ്റം എന്നുള്ളത് മനസ്സിലാവുന്നില്ലേ. ബാക്കിയുള്ളവർ ഇതിന് പോകുന്നവരെ പറഞ്ഞാൽ മതി. മലയാളികൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, മദ്യപാനം പോലെ ഒന്ന് നിർത്താവോ? ഒരു മാസം നിർത്തിയാൽ മതി, അല്ലാതെ അധികം നാൾ നിർത്തണ്ട. ഈ കഞ്ചാവ് MDMA അടി നിർത്തുക അല്ലേ. ഒന്ന് വല്ലപ്പോഴും വർഷത്തിലൊരിക്കലോ 2 ദിവസമോ എല്ലാം അടിക്കാൻ നേരത്ത് വല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കള്ളൊക്കെ കുടിച്ചാൽ മതി, നല്ല കിക്ക് കിട്ടും. ഇവന്മാരെ ഇങ്ങനെ തീറ്റി പോറ്റരുത്. ഈ അന്യായം നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ വക സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. സിഗരറ്റൊക്കെ വലിയ കുറയ്ക്കുക, നിങ്ങൾ നിർത്തണ്ട. അത് ഇത് നിർത്താന്ന് വിചാരിക്കരുത്, കുറയ്ക്ക്. ഇന്നിപ്പോൾ 5 സിഗരറ്റ് വലിക്കുന്നവരാണ്, നിങ്ങൾ 1 സിഗരറ്റ് 2 സിഗരറ്റ് നിർത്ത്. എന്നിട്ട് അടുത്ത ദിവസം അപ്പോൾ അത്രയും പൈസ ലാഭിക്കുന്നത് കാണാം. അപ്പോൾ ഇവന്മാർ വരുന്നത്, ഇവന്മാർ പരസ്യം അടിച്ച് വേണേൽ പുറത്ത് വെക്കും. പിന്നെ കേൾക്കുന്ന മദ്യത്തിന് ഭയങ്കര കച്ചവടമാണ്. ഇത് പബ്ലിസിറ്റി അല്ലേ, മദ്യം ഒത്തിരി പേര് കുടിച്ചെന്ന്. അപ്പോൾ കേൾക്കുന്നവരെന്താ വിചാരിക്കുന്നത്? ഈ പിള്ളേർ വാർത്ത കാണുന്നതല്ലേ, അവരെന്താ കരുതുന്നത്? ഇത്രയും കുടിച്ചോ, നമ്മൾ കുടിച്ചില്ലേ, എന്നാൽ നമുക്കും കുടിക്കാം. അതല്ലേ ഇവർ പ്രചരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള സാധനമാണ് മദ്യം എന്ന് കേരളത്തിൽ ഒരു സർക്കാർ വാർത്ത വിടുക, അത് മെയിൻ ചാനലുകാർ വാർത്തയാക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഇനി അടിക്കാൻ ബാക്കിയുള്ളവർ വേഗം അടിക്കാനുള്ളതല്ലേ, അവരടിക്കാൻ ടെൻഡൻസി ഉണ്ടാകത്തില്ല. ഇത്രയും നല്ലൊരു സാധനം ഇവിടെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ട് അടിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അതിന് കുഴപ്പമില്ല. മദ്യമാണ് ടോപ്പ് 1 ഡേഞ്ചറസ് ഒരു എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോലത്തെ ഇൻടോക്സിക്കേഷനകത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം മദ്യമാണ്, 1ാം നമ്പറാണ്. അത് കഴിഞ്ഞ് ടൊബാക്കോ വരും, അത് കഴിഞ്ഞ് കഞ്ചാവ് വരത്തുള്ളൂ. അല്ലേ നോക്കൂ, നിങ്ങൾ എവിടെയെങ്കിലും എന്തിൻ്റെ റിസർച്ച് ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ ചുറ്റിപ്പറ്റി ബിസിനസ് നടക്കുന്ന ഏറ്റവും കൂടുതൽ അതേല. കാരണം ഇത് അഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഫിസിക്കൽ അഡിക്ഷനും മെന്റൽ അഡിക്ഷനും ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൺസ്യൂം ചെയ്യാനായിട്ട് കുറേ ഫെസിലിറ്റി വേണം. ചുമ്മാ പറമ്പിലൊന്നും അടിച്ച രസമില്ല. നല്ലതാ, ഒരു നല്ല രീതിയിൽ അടിക്കുന്നവർക്ക് നല്ലതാ. ഏത് സാധനമാണ്, അതിപ്പോൾ കഞ്ചാവ് അടിച്ചാലും ഏത് കോപ്പ് അടിച്ചാലും ഇവൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇവരെന്തിനാണ് പിടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മാത്രമല്ല ഈ ഏറ്റവും ഔട്ടർ സർക്കിളിൽ വരുന്ന ഈ കഞ്ചാവിൻ്റെ വിലയുണ്ടല്ലോ,
നമ്മൾ പറയത്തില്ല ഇതിന്റെ വില ഭയങ്കര കോടികളുടെ സാധനം പിടിച്ചു. കോടികളുടെ സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുന്ന 10,000 രൂപയാണ് അവൻ്റെ നിന്ന് പിടിക്കുന്ന കഞ്ചാവിന്റെ വിലയെങ്കിൽ അത്രയും അതിന് വിലയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ വാല്യൂ പോയതും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർ പലപ്പോഴും വലിയ കണക്കൊക്കെ പറയുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ അവസാനം നിൽക്കുന്നതിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കഞ്ചാവിന് വില ഇല്ല ശരിക്കും. മനസ്സിലായോ? അതിന്റെ വില അവിടെ എത്തിയതാണ്. കോടികളാണ് അതിന്റെ വില. അത് ആ കോടി ഇരിക്കുന്നിടത്ത് പിടിച്ചാലേ കോടികളുടെ വില പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ 1000 പേരുടെ നിന്ന് നീ മറ്റേ എന്താ പറയണ്ടേ, ഇവര് എന്താ പറയുക, ചിട്ടി കൂടുന്ന പോലെ, മനസ്സിലായോ? ചിട്ടി പൈസ അടിച്ചോണ്ട് പോയി എങ്ങനെ ഇരിക്കും പോലീസ് വന്നിട്ട്? ആ അവസ്ഥയാണ് ഇത്. ഇതെന്ന് വെച്ചാൽ പാവപ്പെട്ടവനെ 10,000 രൂപ 20,000 രൂപ കൊടുത്ത് മേടിച്ച് സാധനം പിടിച്ചിട്ട് അല്ലേ വേണ്ട, അവന് 1 ലക്ഷം രൂപ മുടക്കുന്നു, 5 ലക്ഷം മുടക്കുന്നു വിചാരിച്ചു. അവൻ്റെ 5 ലക്ഷം മേടിച്ച് എത്തിയപ്പോൾ ഈ പീസിന് ഇനി എന്താ വില അതിന്റെ? അവൻ്റെ അതും പോയി, അവൻ്റെ 5 ലക്ഷവും പോയി, അവൻ മേടിച്ച് സാധനവും പോകുന്നല്ലാതെ അകത്തും പോയി. അവന്റെ ഭാവി, അവന്റെ ജീവിതം പോയി, അവന്റെ ഭാര്യ മക്കളും പട്ടിണിക്ക് കിടന്ന് ആ കൊച്ചുങ്ങൾ, അതിലും ചെറിയൊരു കൊച്ചു നിന്ന് കഞ്ചാവ് വയ്ക്കുന്ന സീനാണ് പിന്നെ കാണുന്നത്. കാരണം എന്താ? അവന് വേറെ വഴിയൊന്നുമില്ല. എന്നാൽ ഇവന്മാർ ഈ പിടിച്ചവനെ കൊണ്ട് വേറെ അതിന് ജോലിക്ക് കയറ്റുമോ? എന്തെങ്കിലും ഉണ്ടോ ജോലി? അതുമില്ല. അപ്പൊ ഇവനെ എന്തിനു പിടിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, ഈ 5 ലക്ഷം വെച്ച് 10 പേരെ പിടിച്ചില്ലേ? അതുമില്ല. ജനസംഖ്യയാണ് നിയന്ത്രിച്ചാൽ തന്നെ ഈ പ്രശ്നം മൊത്തം തീർന്നു. പിന്നത്തെ കേസ് എന്നാണെന്നറിയോ? ഈ പറഞ്ഞ സർക്കിളിന് മണ്ടയ്ക്കൊപ്പം എത്ര കൂടെ ഇരിക്കുന്നത്? അവന്റെ പൈസ സേവായേ, അവൻ വീണ്ടും അതേ ബിസിനസ് അല്ലേ ചെയ്യത്തുള്ളൂ. ഇതിന്റെ മണ്ടയ്ക്ക് പോയി അവൻ പിന്നെ ഏറ്റവും സേഫ് ആയിട്ടിരുന്നോണ്ട് അത് തന്നെയല്ലേ ചെയ്യത്തുള്ളൂ. ജോലിയും കിട്ടത്തില്ല. അവൻ മാത്രം പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ നിവൃത്തിയോട് കൊണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ് ഈ സിസ്റ്റം. അതിന്റെ സർക്കിൾ നോക്ക്. ഇത് സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കും. ഇവർ ജയിലിൽ കയറി ഇറങ്ങും, ജയിലിൽ കയറി ഇറങ്ങും. കുറെ പൈസ ഇവന്റെ പൊക്കൊണ്ടിരിക്കും, വക്കീൽ വന്ന് വാദിച്ചുകൊണ്ടിരിക്കും. അത് കുറെ നാളെ കേസ് വിട്ടു, അതായി ഇത് ഏതാണ്ടായി. അപ്പോഴും മറ്റവൻ അവിടെ ഇരുന്ന് സേഫ് ആയിട്ടിരിക്കുക. മനസ്സിലായി? ഈ താഴെ കിടക്കുന്നവന് അടിച്ചും പോയി, അതുപോലെ തന്നെ വിറ്റ് കേസിലും പ്രതിയായി, ജയിലിലും കിടന്ന് ഇടിയും കൊണ്ട് അവന്റെ കുടുംബവും പോയി. മെജോറിറ്റി ആൾക്കാർ നമ്പർ കൂടുതലാണ് അവിടെ, മനുഷ്യരുടെ എണ്ണം കൂടുതലാ. അതിന് അത് കാണുന്നത് എന്തോ? അതിന് ആ കൊച്ചുങ്ങൾ എന്ത് കണ്ടാ പഠിക്കുന്നത്? അവൻ്റെ അപ്പം കഞ്ചാവ് വെറ്റു, ജയിലിൽ പോയി കിടന്നു, അതിനെ ഇടിച്ച് തൂറിച്ചു, ഭാര്യ അത് വഴിക്ക് വേറെ തള്ള, അതിന് വേറെ പണിയില്ലാതാകുമ്പോൾ അത് വേറെ വല്ല പണിക്ക് പോകേണ്ടി വരും, പലരുടെയും ചൂഷണത്തിന് വിധേയരാകേണ്ടി വരും. എന്നിട്ട് കാരണം കൊച്ചടക്കം അബ്യൂസ്, ചൈൽഡ് അബ്യൂസ് വിക്ടിംസ്. എന്താണെന്ന് വെച്ചാൽ അപ്പം കഞ്ചാവ് വലിച്ചു എല്ലാം അവനെ പിടിച്ചോണ്ട് പോയി. ഭയങ്കര മിടുക്കരാ ഗവൺമെന്റിന് അത്ര മിടുക്കുള്ള ആൾക്കാർ വേറെ ഈ ലോകത്ത് കാണത്തില്ല. ഒരു നമ്പർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് നോക്കി എന്തോരമാണ്. 30,000 കേസ്, ഒരുത്തിന് ചിലപ്പോൾ 2-3 കേസ് ഉണ്ടായിക്കോട്ടെ. എന്നാൽ പോലും ഒറ്റ കേസ് തീരേണ്ട സാധനത്തിനാണ് ഈ 30,000 കേസ് ഇവരുണ്ടാക്കിയത്. ഒന്ന് ആലോചിച്ച് മെയിൻ ആളെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഈ 30,000 പേര് പിടിക്കണോ? അവനെ അങ്ങ് പിടിക്കും. അവനെ അല്ല അതിന്റെ താഴെ സെക്കൻഡ് റൗണ്ട് എങ്കിലും 2ാം ലെയറെങ്കിലും പിടിക്കടേ. ഈ ലോ ലെവലിൽ കിടന്ന് കളിക്കാതെ ഈ ജനം ഇത്രയും പൈസ മുടക്കി നിങ്ങൾക്കൊക്കെ ഇത്രയും സാലറി തന്നു ഇവിടെ ജോലി എടുപ്പിച്ച് സ്റ്റാൻഡേർഡ് കൂടി തരുന്ന ഇതിനൊക്കെയല്ലേ? പോലീസുകാരെല്ലാം അതിന്റെ മണ്ടയ്ക്ക് എത്രയോ പേരുണ്ട്. ഇത്രയും ഫെസിലിറ്റിയും ഇതുപോലത്തെ ഭയങ്കര വലിയ സെറ്റപ്പും ക്യാമറയും പോലീസിന് ജീപ്പ് മറ്റത് മറിച്ചത് എക്സൈസ് സ്ക്വാഡ് എല്ലാം ഇരിക്കുന്നത് ഈ പാവങ്ങളെ പിടിക്കാനും നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്യാനൊക്കെയാണ്. ഒരു സമയം കാണില്ല എന്റെ വീട്ടിൽ വന്നിട്ട്. ഇവിടെ ഇതിന് ടൈമുണ്ട്. പോലീസ് ശരിയല്ലെന്ന് തോന്നുന്നു. അങ്ങനല്ല, സിസ്റ്റമാണ് ശരിയല്ലാത്ത. ഒരു പോലീസുകാർ വിചാരിച്ചാലും ഒന്നും നടക്കത്തൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് ജോലി എടുത്താൽ അവന്റെ ജോലിയും തിരക്കും ചിലപ്പോൾ അവനെ കൊന്നും കളയും. അല്ല, ഞാൻ പറയുന്നത് ഇതിന് ടൈമുണ്ട്. ഇവർ ഈ പണി ചെയ്യുന്നതിന് കുറെ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട് ഇവർ. അത് 24 hours ഇവരുടെ സർവൈലൻസും വിജിലൻസും ആക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും സമയം ഇവർ ജോലി ചെയ്യുന്നുണ്ട്. സമയം വേസ്റ്റ് ആവുമല്ലേ ചെയ്യുന്നത്? ശരിക്കും ഈ പാവങ്ങളെ പിടിക്കാനാണ് ഇത്രയും സമയം എടുത്തത്? അല്ല, ഇത്രയും പൈസ മുടക്കിയത്? കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നത് എങ്ങനെയാ? ഇതിന്റെ മേളിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. ഇത് മോളിൽ നിന്ന് വരുന്ന സാധനമാണ്. അല്ലാതെ ഇത് ഈ പാവങ്ങളുടെ ഇങ്ങോട്ട് വരുന്നതല്ല. അവിടെ ഈ പ്രശ്നം ഇരിക്കുന്നത് ഇവരെല്ലാവരും കൃഷി ചെയ്തുണ്ടാക്കിയിട്ടാണ് ഇത് വിറ്റെങ്കിൽ കൊള്ളാം, അവനെ പിടിക്കണം. ഇവൻ കൃഷി ചെയ്തിട്ടില്ല. ഇവന്റെ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന നിയമാനല്ലേ? ആണോ? എല്ലാവരും ഈ പറഞ്ഞ പോലീസുകാരൻ തന്നെ ഇവന്റെ ഈ സാധനം കിട്ടുന്നതിന് ഉത്തരവാദി. അവനെയാ പിടിക്കുന്നേ. ഇവന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഇവന് കിട്ടിയില്ല, കിട്ടിയവനെ അങ്ങ് പിടിച്ചേക്കാം. അത് ആ പാവപ്പെട്ടവനായതുകൊണ്ടാണ് പിടിക്കാൻ പറ്റുന്നത് ഇവന്. അല്ല, പിന്നെ ഇവർ നേരത്തെ ഇതെല്ലാം ചെയ്യത്തില്ലേ? ഇവർ ഇതിലും വലിയ മാസ് കാണിക്കത്തില്ലേ? ഒറ്റ പിടിച്ചാൽ മതി. മേളിലൊരുത്തനുണ്ട്, അവിടെ ആരും ഇല്ല. ദൈവമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഒന്നും പറയും കണ്ടോ, അവൻ ദൈവവിശ്വാസിയായി. മേളിലൊരാളുണ്ടെന്ന് പറഞ്ഞു, മുകളിലൊരു ആളുണ്ട്. അയ്യോ, എന്തായിരിക്കും സീൻ? മുകളിലുണ്ട്. എല്ലാം ഇത് നടക്കത്തില്ല. മെയിൻ ആൾക്കാർ ഇതിനകത്ത് നല്ല പങ്ക് ചേരുന്നുണ്ട്. അവർക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്. അല്ലാതെ ഇതന്നെ പൊട്ടന്മാരോ ചുമ്മാ അങ്ങ് എടുത്തുകൊണ്ട് വരാനായിട്ട് വണ്ടിക്കകത്തൊക്കെ ഇങ്ങനെ ലോറി കണക്കിന് സാധനം വരുന്നു, ബോട്ടിൽ കൂടെ വരുന്നു, പ്ലെയിനിൽ കൂടെ വരുന്നു, നീന്തി വരുന്നു, ഒഴുകി വരുന്നൊക്കെ. ഇതെന്താ പെയ്ത് വീഴുവാണോ ഇവിടെയൊക്കെ? ഇവർ പറയുന്നതായിട്ട് അവർക്ക് ചേട്ടൻ മഴ പെയ്തപ്പോൾ ഇങ്ങനെ വീണതാ. മറ്റേ പണ്ടൊക്കെ കൊച്ചുങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കൊട്ടയിൽ ഒലിച്ചു വന്നതാ, പറമ്പിൽ കിടന്ന് കിട്ടിയാന്നൊക്കെ പറയുന്ന പോലെ ഇവർ പറയുന്നത്. കുടിൽ വ്യവസായം ആണെങ്കിലും എടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ട്. ഇതൊക്കെ ശരിക്കും ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് ലെയറിലുള്ളവർക്ക് കൃഷി ചെയ്യാൻ അനുവദിക്കുക. എന്നിട്ട് അവരത് വിറ്റ് ജീവിച്ചോട്ടെ. ഗവൺമെന്റ് ചെക്ക് ചെയ്യുക, ഇവർ മായം ചേർക്കുന്നുണ്ടോ, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ,
ഒരു ലാബിൽ കൂടെ അല്ലാതെ ഗവൺമെന്റ് ഔട്ട്ലെറ്റ്സിൽ നിന്നല്ലാതെ ഇത് കിട്ടരുത്. അതാണ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം. ആ റെസ്പോൺസിബിൾ ഗവൺമെന്റുകൾ ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ട്, അങ്ങനെ ആയിട്ടുണ്ട്. എന്ത് കൃഷി ചെയ്യുന്നത്? സാധാരണ കൃഷി കുറയുക. ആ ശരി, അതുകൊണ്ട് ഇനി അവന്മാർ കൃഷി ചെയ്തെല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും. അദാനിക്ക് ആ കഞ്ചാവ് ഒന്ന് കൃഷി ചെയ്യാൻ തോന്നിയാൽ ഇവിടെ പ്രശ്നം തീരും. മനസ്സിലായോ? അത് അദാനിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പം ഞാൻ മനസ്സിലായി, അദാനിയല്ല, ഈ പറഞ്ഞ പോലെ കനാവേദിക്ക് ആയുഷ് എന്നൊക്കെ പറഞ്ഞ പ്രോഡക്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കാണുന്നതിനകത്ത് ഇത് അടിച്ചാൽ മതി. പക്ഷേ വില കൂടുതല, 3000 രൂപ 1500 രൂപയ്ക്കൊക്കെയാണ് ഒരു ഇങ്ങനെ തുള്ളി മരുന്ന് കിട്ടുന്നത്. അതുകൊണ്ടൊന്നും ആകത്തില്ല ആളുകൾക്ക്. അത് മൊത്തം കുടിച്ചാൽ, അത് 2-3 റൗണ്ട് കുടിച്ചാൽ ചിലപ്പോൾ കിക്ക് അടിക്കുമായിരിക്കും. 1500 രൂപയ്ക്ക് ഇത്രയും കിക്ക് ആരും എടുക്കത്തില്ല. 1500 കൊടുത്ത ഒരു ആഴ്ച കിക്ക് അടിക്കാവുമാർക്ക് വലിച്ചാൽ മതി. അവിടെയും തേപ്പ്. ശരിയെന്നാ.